എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു എളുപ്പത്തിലൊരു ചിക്കൻ കറി റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് മാഗ്നേറ്റ് ചെയ്യാനുള്ള മസാല നോക്കാം. 1-1.25 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് മസാലയൊക്കെ മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ചെറുതായതിൻ്റെ പേരിൽ ഒരു 5 കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട്, 3 മീഡിയം സവാള, 2 വലിയ കഷ്ണം ഇഞ്ചി, 2.5 തുടം വെളുത്തുള്ളി, 3 പച്ചമുളക്. ഇതെല്ലാം ഒരു 2 തക്കാളി ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി തക്കാളി ഞാൻ മിക്സിയിൽ ടൊമാറ്റോ പ്യൂരിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയുടെ പരിപാടി നോക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ നമ്മൾ വറുത്തിട്ടാണ് കറി വെക്കണത്. അപ്പോൾ ആദ്യമേ തന്നെ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിനകത്തോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൊള്ളാവുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2-3 ബാച്ചായിട്ട് വേണം ഇന്ന് വറുത്തെടുക്കാനായിട്ട്. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം കേട്ടോ നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ആയി വന്നപ്പോൾ ഞാനൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ, കഷ്ണങ്ങൾ പൊടിഞ്ഞ് പോവാത്ത രീതിക്ക്. നമ്മളൊന്ന് ചിക്കൻ വറുത്തിട്ട് വെക്കുമ്പോഴേ ചിക്കൻ പൊടിഞ്ഞു പോവാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ കറിയിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കുഴഞ്ഞ പോലെയൊക്കെ ഇരിക്കും. വറുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് അടുത്ത ബാച്ച് ഇടാം കേട്ടോ. 2 ചിക്കൻ കാല്. ചിക്കൻ കാലിന് വേണ്ടിയിട്ട് ഇവിടെ ഇടിയാണ് കേട്ടാ, ഞാനും ആദ്യക്കൂട്ടനും. അപ്പൊ ഇതും നമുക്ക് ആയിട്ടുണ്ട്. വറുത്ത് പോരാട്ടാ. ലെഗ് പീസ് ഞാൻ ഒന്നും കൂടി ഇട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതോട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചട്ടി ഇങ്ങനെ ചിക്കൻ വറുത്ത ചട്ടി അതിന്റെ പേരിലാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത് കേട്ടോ. കളർ കണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ കറിക്ക് ഒരു ബ്ലാക്കിഷ് കളറ് കിട്ടും കേട്ടോ. നമ്മുടെ മസാല ഒക്കെ ഒന്ന് മൂത്തതിന്റെ കളറാണത്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് സവാള ഒന്ന് വാടിക്കിടണം കേട്ടോ. പെട്ടെന്ന് ആയി വരാനായിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടാ. ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലോണം ഇത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാം. പിന്നെ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അടുക്കി പിടിച്ചേക്കണ ആ സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ നിന്ന് തന്നെ ഇതായി മാറിയിട്ടോ. അതെല്ലാം നമ്മുടെ സവാളയിലോട്ട് ആയിട്ടുണ്ട്. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. സവാള നല്ല രീതിക്ക് വാടിക്കിടണം. വെന്ത് നല്ലോണം ഒന്ന് കുഴയണം. നടുക്ക് ഞാൻ ഇത്തിരി സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി,
പച്ചമുളക് ഇത് അരിഞ്ഞ് നമ്മ മിക്സിനകത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടാ. കുഴി ഉണ്ടാക്കി അതിനകത്തോട്ടാണ് ഇട്ട് കൊടുത്തേക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ. അതിനുശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടാ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടാ. നല്ല മണാട്ടാന്ന്, നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടാ. ചെറിയ തക്കാളി അതിന്റെ പേരിലാണ് ഞാനൊരു 5 എടുത്തത് കേട്ടാ. തീരെ പൊടിയാണ്, ഒരു ചെറുനാരങ്ങയുടെ അത്ര വലിപ്പമുള്ളൂ ഇതിന്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള സ്പൈസസ്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 വലിയ ടീസ്പൂൺ, നമുക്ക് ചിക്കൻ മസാല കേട്ടാ, അത് വലിയൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ, അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇതിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിടുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ പൊടികളൊക്കെ സവാളയുടെ ഗ്രേവിയിൽ എല്ലാ ഭാഗത്തും വരുന്ന രീതിക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലപ്പൊടിയൊക്കെ കരിഞ്ഞു പോകാത്ത രീതിക്ക് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ടൊമാറ്റോ അടിച്ചു വെച്ചിരിക്കുന്നതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കുണ്ടല്ലോ ടൊമാറ്റോ അടിച്ച് വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്ന് കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, മിക്സിയുടെ ജാറ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഗ്രേവിക്ക് ആവശ്യമുള്ളത് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇതൊന്ന് മിക്സ് ആയി കിട്ടട്ടെ, ഒന്ന് തിളച്ചൊന്ന് ഇതാവട്ടെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്ര ഗ്രേവി വെച്ചേക്കണതേ അബി ഗ്രേവി മാത്രമേ കഴിക്കുള്ളൂ, അതിന്റെ പേരിലാണ് ഞാൻ ഇത്ര ഗ്രേവി വെച്ചേക്കണത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ സവാളയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഉപ്പ് അധികമാവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെയും ഇടാമല്ലോ. ഞാൻ ഇത്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കിട്ടണം കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ചതിനുണ്ട്. നമുക്ക് ഗ്രേവിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണ്ടേ. നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ.
നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ലെഗ് പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുറത്ത് കിളികളുടെ ഒക്കെ നല്ല ബഹളാട്ടാ, അതൊന്നും മൈൻഡ് ചെയ്യണ്ടേ. അപ്പൊ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങൾ ഒന്ന് ഉടയാതെ നമുക്കൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കറിയുടെ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മണം വരുന്നു കേട്ടോ. ഇതിനകത്തോട് വേണമെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് പച്ചക്കായ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്നിപ്പോൾ ചെയ്തിട്ടില്ല. ഉരുളക്കിഴങ്ങ് കായ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇത്തിരി കൂടി ഒന്ന് കുറുകി കിട്ടണം. അപ്പൊ നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കറി സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കറിവേപ്പിലേക്ക് ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്. നാവില് കൊതിയോറും ചിക്കൻ കറി, ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ. അപ്പൊ നമ്മളെ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.